നേരം നിനക്ക് ഒരുങ്ങാൻ? വാ വാ. പാവം മേരിക്കുട്ടി, അവൾ എത്ര നാളെന്ന് വെച്ചാ കാത്തിരിക്കുന്നേ. ആ തങ്കച്ചൻ എത്ര ദുഷ്ടനാണെന്ന് ഞാൻ ആദ്യം വിചാരിച്ചതേ ഇല്ല. അതിന് തങ്കച്ചൻ എന്തിനാ കുറ്റം പറയുന്നേ? അയാൾക്ക് ബോംബെയിൽ പെട്ടെന്ന് ജോലി കിട്ടി പോയതുകൊണ്ടല്ലേ. മേരിക്കുട്ടിയോട് കാത്തിരിക്കണമെന്ന് പറഞ്ഞ് അയാൾ കത്തെഴുതിയിരുന്നല്ലോ. കഴിഞ്ഞിലൊക്കെ നീ അത് വായിച്ചില്ലേ? വെറുതെ കാത്തിരിക്കണമെന്ന് പറഞ്ഞാ മതിയോ? അവൾ 2 മാസം ഗർഭിണിയല്ലേ. പാവം ജോയിച്ചാൻ അറിഞ്ഞ അവളുടെ ഇടപാട് തീർക്കും. ദുഷ്ടൻ. എനിക്ക് അതോർത്തിട്ടാ വിഷമം. ആ പിന്നെ ഇന്ന് ഫസ്റ്റ് പീരീഡ് കണ്ണുകൂട്ടനാ. നീ പ്രോബ്ലം ചെയ്തോ? എവിടെ? എനിക്കങ്ങോ നോക്കിട്ട് ഒരു ചുക്കും തലേ കയറുന്നില്ല. ആ പിന്നെ നീ എന്നൊരു കത്തിരുന്ന കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കണേ. ആർക്കാ? ചേട്ടനാ. ചേട്ടൻ വരാൻ അച്ഛൻ എഴുതിയിട്ടുണ്ട്. അതെങ്ങനെ? ഇപ്പൊ പോയിട്ട് 3-4 മാസമല്ലേ ആയുള്ളൂ. അവധി കിട്ടോ? ട്രെയിനിങ് പീരീഡ് ആയതുകൊണ്ട് അത് കഴിഞ്ഞ അവധി കിട്ടുമെന്ന് ചേട്ടൻ കഴിഞ്ഞ ആഴ്ച എഴുതിയിരുന്നതാ. അത് പറഞ്ഞ അച്ഛൻ കേക്കാൻ. ഈ നീർക്കോലിക്ക് വായ്നോട്ടം കുറെ കൂടുന്നുണ്ട്. ഒറ്റ പെണ്ണിനെ വഴിയെ വിടില്ല. ചേട്ടൻ വരട്ടെ, ഞാൻ പറയാം. സ്റ്റേഷന്റെ വരാന്തയിൽ നിറതോക്കുമായി പാറാവ് നിൽക്കുമ്പോഴും രാവിലെ ഇളം വെയിലിൽ പരേഡ് ചെയ്യുമ്പോഴും കുറ്റവാളികളുടെ പിന്നാലെ കുതിച്ചോടുമ്പോഴൊക്കെ എന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു മുഖമേ ഉള്ളൂ. ഇരിക്കുന്ന ഇതേ മുഖം. അച്ഛനെങ്ങാനും വരും. കണ്ടാ കാണട്ടെ. എത്ര നാൾ ഈ കേസ് ഡയറി തന്നെ ഒളിപ്പിച്ചു വയ്ക്കും? ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവരും അറിയേണ്ടതല്ലേ. മനസ്സിന്റെ ചെപ്പിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഈ മുത്ത് എല്ലാവരും തൊണ്ടിയായി പുറത്തെടുക്കട്ടെ. ഏകാന്ത രാത്രികളിൽ ഈ കാലൊച്ച കേൾക്കാൻ കാതോർത്തു ഞാനിരിക്കും. അച്ഛനെങ്ങാനും ഈ കാലൊച്ച കേട്ടാ കൊന്നുകളയും. ചേട്ടന് നേരെ വന്നൂടെ? ഈ വേലി പൊളിക്കുന്നതാ കുഴപ്പം. ഈ വേലി ഇത് നമ്മുടെ പ്രേമത്തിന്റെ സ്മാരകമാണ്. 2 മനസ്സുകളെ തമ്മിൽ നിലാവുള്ള രാത്രികളിൽ കൂട്ടിമുട്ടിക്കുന്ന ഈ രഹസ്യമാർഗം എന്നെപ്പോലൊരു കുറ്റാന്വേഷണ വിദഗ്ധന് മാത്രമേ കണ്ടെത്താനാവൂ. ചേട്ടൻ എന്ത് പറഞ്ഞാലും കേസിന്റെയും പോലീസിന്റെയും കാര്യം മാത്രമേ പറയാനുള്ളൂ. ആ നീ നോക്കിക്കോ. വെറും സാധാ പോലീസായിട്ട് എന്നെ അധികകാലം കാണാനാവില്ല. ഉടനടി ഡബിൾ പ്രൊമോഷനാ. എന്നെപ്പോലെ ധീരനായ ഒരു ഉദ്യോഗസ്ഥന് ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമാണ്. വലിയ എസ് ഒക്കെ ആവുമ്പോ എന്നെ മറക്കുവോ? ജോയി ജെസ്സിയെ പറ്റിച്ച പോലെ. ഏത് ജോയി? കണ്ണീരാറ്റിലെ തോണി എന്ന നോവല്ലേ? കണ്ണീരാറ്റിലെ തോണി എന്ന നോവലേ? ഈ കാക്കി അണിഞ്ഞ കാമുകന്റെ നെഞ്ചിനുള്ളിൽ വഞ്ചനയുടെ ഒരു ഇഞ്ച് പോലും ഇല്ല തങ്കമണി. നിന്നെ ഞാൻ സ്നേഹത്തിന്റെ വിലങ്ങണിയിച്ച് എന്റെ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞില്ലേ. പിന്നെ എന്തിനാണ് ഈ സംശയം? അയ്യോ, ആരെങ്കിലും കണ്ട ഞാൻ പോവാ. രക്ഷപ്പെട്ടു. ഇത് ആന്റിക്കാ. ആന്റി തിന്നോ? ആന്റി പിന്നെ കഴിച്ചോളും. മോൻ പറ്റിയോ? ഹൈ, ഈ മണം മാത്രം മതി, എന്തു വേണേലും കഴിക്കാം. എടി അന്നെ, അതിന്റെ മണം പോകുന്നതിന് മുമ്പ് അതിങ്ങ് കൊണ്ടുവന്നേ. എന്തു ആന്റിയുടെ കൂടെ നീ കുക്കിംഗ് ഒക്കെ ഒന്ന് പഠിക്കണം. പോസ്റ്റൽ കട്ട്ലൈറ്റ് ഇത് ആദ്യം ടേസ്റ്റ് ചെയ്തിട്ട് മതി, പിന്നെ അത്താഴം തുടങ്ങാൻ. എന്റെ കർത്താവേ, എന്ത് പറ്റി? ഞാൻ പ്രാർത്ഥിക്കായിരുന്നു. എന്റെ മക്കളെ പ്രാർത്ഥിക്കട്ടെ. Grand. Wonderful. കഴിച്ചു നോക്ക്, നല്ല പന്നിയിൽ ഉണ്ടാക്കിയതാ. എടുക്കണം. കുക്കിംഗ് കൊടുത്ത് ഇന്നൊന്നും തുടങ്ങിയാലോ? വേണ്ടടി അന്നെ, നല്ല മുഹൂർത്തം നോക്കി രാഹുകാലത്തിന് തുടങ്ങാം. അത് ശരിയാ. ഞാൻ എന്റെ അന്നയെ പുകഴ്ത്തി പറയാന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് 2 മാസം തികയുന്ന ദിവസം എന്റെ മൂത്ത ജ്യേഷ്ഠൻ ഞങ്ങളുടെ വീട്ടിൽ വന്നു. നീ പോയി ആ സാധനങ്ങളൊക്കെ എടുത്തിട്ട് വന്നേ. ഇല്ലേ, എന്ത് പാവാന്നറിയത്? അന്ന് ഈ പോസ്റ്റൽ കട്ട്ലേറ്റ് എന്റെ ജ്യേഷ്ഠന് കൊടുത്തു.
അത് കഴിച്ചതിന് ശേഷം ഇന്ന് വരെ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ആരും കാലുകുത്തിയിട്ടില്ല. അവളിതേ പന്നിനെയിലല്ല പട്ടിനെയിൽ ഉണ്ടാക്കി തരും. മോന് വേണ്ടെങ്കിൽ അത് തുപ്പിക്കളാ. മക്കളെ, പിന്നെ വല്യപ്പൻ നമ്മുടെ കുടുംബത്തിൽ വന്ന ഇല്ല കേട്ടാ. അവൾ ഇനി എന്തൊക്കെയാണ് അവ ഉണ്ടാക്കിക്കൊണ്ടേ. ഏയ് ഒന്നുമില്ലടേ. ഹോട്ടലിന് ഞങ്ങൾ പേര് നിശ്ചയിച്ചു കഴിഞ്ഞു. സുധാകര വിലാസം ഹോട്ടൽ ആൻഡ് ടീ ഷാപ്പ് എന്നിടണമെന്ന് പലരും പറഞ്ഞു. പക്ഷെ ഞാൻ വഴങ്ങിയില്ല. എന്റെ എല്ലാ ഐശ്വര്യങ്ങൾക്കും കാരണം എന്റെ ഭാര്യ ജയലക്ഷ്മി. അതുകൊണ്ട് ഹോട്ടൽ ജയലക്ഷ്മി എന്ന പേരിടാമെന്ന് തീരുമാനിച്ചു. സ്പെയർ പാർട്ട് ഷോപ്പിന് ജയശ്രീ ഓട്ടോമൊബൈൽ എന്നിടണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞു. നീ വിഷമിക്കണ്ട, നിന്റെ പേരിലും എന്തെങ്കിലും ചെറുകിട വ്യവസായം തുടങ്ങാമെന്നാ ഇവര് പറയുന്നത്. പപ്പടത്തിന് ഇപ്പൊ ഭയങ്കര ഡിമാൻഡാണല്ലോ. പിന്നെ അതുകൊണ്ട് ജയപ്രഭ പപ്പടം പ്രൈവറ്റ് ലിമിറ്റഡ് എല്ലാം തുടങ്ങാം. പക്ഷെ ഇതിനൊക്കെ കാശ് വേണം. അതിന് നിങ്ങൾ വിചാരിക്കണം. അതിന് ഞങ്ങളുടെ കയ്യിൽ എവിടുന്ന കാശ്? അല്ല, അത് നിങ്ങളുടെ കയ്യിൽ നിന്ന് എടുക്കണമെന്ന് ആര് പറഞ്ഞു? ഞങ്ങൾ എന്തോ ചെയ്യും? ചോദിക്ക്. പറഞ്ഞു കൊടുക്ക തങ്കക്കുട്ട. ആണോ? ആഹാ, അത് ശരി. കാളകള് വാല് പൊക്കുന്ന കണ്ടപ്പോഴേ ഞങ്ങൾക്ക് തോന്നി. അപ്പൊ ഇതിനാണ് ഞങ്ങളെ ഊട്ടിന്നും പൊള്ളാച്ചിന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത് അല്ലേ? അതിനും കൂടിയാണ് എന്ന് പറയുന്നതാവും ശരി. അല്ല, ഞങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ ന്യായമല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഞങ്ങളുടെ സ്നേഹം ആത്മാർത്ഥമല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇത് അമ്മാവനോട് അവതരിപ്പിക്കണ്ട. അയ്യോ, എല്ലാ കാര്യത്തിനും ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അതെ, ഉറപ്പാണല്ലോ? ഉറപ്പാ. നിനക്കായതുകൊണ്ടാ ഞാൻ ഇത്രയ്ക്ക് ബുദ്ധിമുട്ടിയത്. എനിക്കറിയാം. പുതിയ ആൾക്കാരെ പണിക്കെടുക്കാൻ മുതലാളിമാർക്ക് പേടിയാ. പിന്നെ ഈ പ്യൂൺ പണി ഞാൻ ആ എമ്മൻ ബാബുന് വാങ്ങിച്ചു കൊടുത്ത അവൻ എനിക്ക് 4000 രൂപ തരും. അയ്യോ നേതാവേ, എന്നെ തഴയല്ലേ. അത്രയും തുകയൊന്നും എന്റെ കയ്യിലില്ല. അമ്മയുടെ മാല പണയം വെച്ച ഒരു 2000 രൂപ കിട്ടും. ആ, പരിഗണിക്കാം. അയ്യോ മുതലാളി ഇങ്ങോട്ട്. ഞാൻ സാറിന് തിരക്ക് വന്നതാ. അയ്യോ സാറോ? ഞാനോ? ഇതെന്താ പട്ടയാണ് അടിക്കുന്നേ? അയ്യേ മോശം. ഇതാ 1-ാം തരം സ്കോച്ചാ. എന്നാ കേശവട്ട് വെക്കൂ. എല്ലാം പറഞ്ഞോലെ. ശരി. അതോടെ വെച്ചാലേ. മുതലാളി എന്നെ കാണാൻ നമുക്ക് അത്യാവശ്യം ഒരിടം വരെ പോകണം. ആദ്യം ഇതൊരെണ്ണം വീശി. മേഡ് ഇൻ സ്കോട്ട്ലൻഡ്. ബൂർഷ്വാ രാഷ്ട്രത്തിൽ ഉണ്ടാക്കിയതാണെങ്കിലും സാധനം കൊള്ളാം. നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുന്ന പോലുള്ള കുത്തലില്ല. എന്നാലേ വേഗം റെഡിയാകുന്നു. വേണ്ട വേണ്ട, അതിങ്ങ് തന്നേക്ക്. ചെല്ലേ. സാറേ ഇത് കണ്ട, ഇങ്ങോട്ട് നോക്കിയേ. കൊല്ലത്തുനിന്ന് കൊണ്ടുവന്ന 1-ാം തരം വണ്ടിപ്പരിപ്പ. അയ്യോ, കശുവണ്ടിന്ന് കേൾക്കുമ്പോഴേ പേടിയാ. ആന്റി ഞങ്ങളെ പാർട്ടിയുടെ കാലിനാടോ. ഇനി ഞാൻ വന്ന കാര്യം പറയാം. എനിക്കൊരു അബദ്ധം പറ്റി. എടപ്പള്ളിയിൽ ഈയിടെ ഞാൻ കുറച്ച് സ്ഥലം വാങ്ങിച്ചു. അവിടെ ഒരു പഴയ കെട്ടിടം ഉണ്ടായിരുന്നു. ഒരുത്തം വന്ന് ഏതാണ്ട് കലണ്ടർ കച്ചവടത്തിനാണെന്ന് പറഞ്ഞപ്പോ ഞാനതങ്ങ് വാടകയ്ക്ക് കൊടുത്തു. ഈയിടെ പോലീസ് വന്ന് നോക്കിയപ്പോഴാ കലണ്ടർ അല്ല 10 രൂപയുടെ കള്ളനോട്ടടിയാണെന്ന് മനസ്സിലായത്. എന്റെ പൊന്ന് സാറേ, ഇതൊന്നും ഞാൻ അറിഞ്ഞ കാര്യമല്ലേ. ഇപ്പൊ ഞാനും പ്രതിയാ. സാറ് വിചാരിച്ച ഗൗതമ കുഞ്ഞമ്മയെ കണ്ട് എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കാൻ കഴിയും. രാമകൃഷ്ണ, ഓ, ഒരു സിഗരറ്റ് കൊടുക്ക. വേണ്ട, പാക്കറ്റ് വെച്ചോ. ഇപ്പോഴത്തെ ബീഡിക്കൊന്നും പഴയമുള്ള കടുപ്പമില്ല. ശരിയാ, വാ പറയട്ടെ. താൻ എന്ത് പറയാം? ആരോഗ്യവും സൗന്ദര്യവും ഉള്ളൊരു കൊച്ചനായിരുന്നു. വട്ടായത്
കഷ്ടമായി പോയി. എന്റെ കൊച്ചിന് ഇങ്ങനെ വരാൻ ഞാൻ എന്ത് പാപം ചെയ്തു? നാളെ ഉണ്ണിയെ കൊണ്ടുപോയി ഒരു ഡോക്ടറെ കാണിക്കാം. പെട്ടെന്നുണ്ടായ വല്ല പ്രയാസമായിരിക്കും. ആ പട്ടാളക്കാരാണെങ്കിൽ കൂടുതലൊന്നും പറഞ്ഞുമില്ല. അവർക്ക് ഇതിന്റെ കുട്ടൻസ് പിടിയില്ല. ഞാൻ പറയാം. ആ, സത്യമായാ പറയുന്നേ. എന്റെ ഈശ്വര, വട്ട മുഴുവട്ട് വല്ല ഊളംപാറയിലോ കുതിരവട്ടത്തോ കൊണ്ടിടാറ് ഇങ്ങോട്ട് എന്തിനാ കിട്ടിയെടുത്തേ? ബാക്കിയുള്ളവരും കൂടെ സ്വൈര്യം കെടുത്താൻ, അല്ലാതെ എന്ത്? ആ അത് തന്നെ. ആ കുടിക്ക് വയറങ്ങോട്ട് നിറയട്ടെ. ആ അങ്ങനെ ഏതായാലും ഇത് ഇത്തിരി കടുത്തുപോയി. അങ്ങേർക്ക് ആണായിട്ട് ഇതൊന്നല്ലേ ഉള്ളൂ. പോരാത്തതിന് തള്ള പോലും ഇല്ല. അല്ല മോനെ, പട്ടാളത്ത് ഇതിനൊന്നും ചികിത്സയില്ലേ? വീട്ടിൽ വന്ന് കുറച്ചു ദിവസം നിന്നാ കുറയൊന്നെങ്ങാനും വിചാരിച്ചിട്ടാവും. ഏതായാലും ട്രെയിനിങ് പീരീഡാ. ചികിത്സ കഴിഞ്ഞാൽ ഉടനെ അവര് വന്നങ്ങ് കൊണ്ടുപോകും. ഈ പൊട്ടനെയും റാണിയൊക്കെ കൊണ്ടുപോയിട്ട് അവർക്ക് എന്താ കാര്യം? അതൊന്നും അവിടെ രക്ഷയില്ല. ഇങ്ങനെയൊക്കെ കള്ളത്തരം കാണിച്ച് ചിലവന്മാർ ഒളിച്ചു പോരും. അവരെ പിടിച്ചു കൊടുക്കാൻ ഞങ്ങൾ തന്നെ വേണം. ഏതായാലും ബാക്കിയുള്ളവർക്ക് കിടക്ക പ്രതിയായി. ആ പട്ടാളക്കാരൻ വന്നാ മീശ പറിക്കുമെന്നോ വെടിവെക്കുമെന്നോ ഒക്കെ വീമ്പിളക്കിയതല്ലേ ആ കിളവൻ. ഇനിയോ അമ്മ കുളിക്കാനുള്ള ചൂടുകൾ എടുത്തു വെക്ക്. എടുത്തോട്. ഞാൻ എവിടെ ഒന്ന് കുളിപ്പിക്കട്ടെ. ചുമ്മാ അല്ലടി മോളെ. ഏതായാലും അഭിനയം നിർത്തണ്ട. തുറന്നോ. മിലിറ്ററി പോലീസും സാധാ പോലീസും ഇടയ്ക്കിടയ്ക്ക് അന്വേഷിച്ച് വന്നിരിക്കും. നിന്നെ പൊക്കും. ഏത് സമയത്ത് ഞാനത് പ്രതീക്ഷിച്ച് തന്നെ ഇരിക്കുന്നത്. ആ, ഇത് അവിടെ വളരെ സ്ട്രിക്റ്റാ. ആ. എന്ത് അസുഖമായാലും ചികിത്സ കഴിഞ്ഞ ഉടനെ തിരിച്ചെത്തണം. ആ, എന്താ? എനിക്ക് 1 മാസത്തെ മെഡിക്കൽ ലീവ് തന്നിരിക്കുന്നത്. ആ. ഏതായാലും അളിയന്റെ ഐഡിയ കൊള്ളാം. നിന്റെ കത്ത് കിട്ടിയ ഉടനെ ഞാൻ വട്ടഭിനയിച്ചു തുടങ്ങി. ട്രെയിനിങ്ങിന് ബുദ്ധിമുട്ടാണ്, പോസ്റ്റിംഗ് പഞ്ചാബിലായിരിക്കും എന്നൊക്കെ നീ എഴുതിയപ്പോ നിന്നെ ജീവനോടെ കാണാനുള്ള കൊതി കൊണ്ട് എനിക്ക് തോന്നിയ ഒരു ഐഡിയ. അതുകൊണ്ട് എങ്ങനെയുണ്ട് നിന്റെ മയിലിന്റെ കച്ചവടമൊക്കെ? ആ, ഇങ്ങനെ തട്ടിയും മുട്ടിയൊക്കെ കഴിഞ്ഞു പോകുന്നു. മയിലിനെ കിട്ടാനില്ല. പിന്നെ നെട്ടാക്കേണ്ട ആളുടെ ഒക്കെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. ദൈവം യൂണിഫോം ഇട്ടൊക്കെ ചെയ്യണം. അയ്യോ, ഇനിയിപ്പോ എന്ത് ചെയ്യും? അടുത്ത ഐഡിയ ഇറക്കട്ടെ. വിലപ്പണി നീ എന്ത് ചെയ്യും? വട്ടഭിനയിച്ചോ? പറഞ്ഞത് ഉണ്ണി ഇന്നത്തേക്ക് പറയാനാ വരില്ല. ഇവിടെ നിന്ന് കുമ്മാക്കി പിടിക്കുന്നന്നെ. എന്നെ വിടൂ. എന്തൊരു പുലിപാല്. കായല് വേണ്ടാന്ന് വിചാരിച്ചിട്ടാ കൂടെ കൂട്ടിലിറങ്ങി തിരിച്ചു. വെറുതെ നാട്ടുകാർക്ക് ശല്യം ഉണ്ടാക്കാതെ വീട്ടിൽ വിളിച്ചോണ്ട് പോകണം. എന്തെങ്കിലും ശബ്ദ. ഏതായാലും നീ കൊടുത്തു. അവന്റെ കൂമ്പ് നോക്കി ഒരെണ്ണം കൊടുക്കാത്തത്. ഇനി അവസരം വരുമല്ലോ. അപ്പൊ അറിയുന്നേ. അമ്മേ, ഞങ്ങൾ അമ്മയോട് മറ്റൊരു കാര്യം പറയാനും കൂടിയാ വന്നത്. എന്താ മോളെ? സുധാരേട്ടന് ഒരു ഹോട്ടൽ തുടങ്ങാൻ പരിപാടി ഇട്ടിട്ടുണ്ട്. ആണോ? നല്ല കാര്യമാണല്ലോ. ഹോട്ടലിന് പേര് വിട്ടു. ഹോട്ടൽ ജയലക്ഷ്മി എന്ന്. പിന്നെ ഉത്തമേട്ടന് പുതിയ ചില പരിപാടികളൊക്കെ ഉണ്ടെന്ന്. അതെന്താ? ഒരു വർക്ക്ഷോപ്പ്. ജയശ്രീ ഓട്ടോമൊബൈൽസ്. അമ്മേ, നമ്മുടെ ആളിനും ചില പരിപാടികളൊക്കെ ഇല്ലാതില്ല. പക്ഷെ അമ്മ സഹായിച്ചാൽ നടക്കും. അതെ ഞാനോ? അതെ അതെ. അച്ഛനോട് പറഞ്ഞ അമ്മ ഓരോ ലക്ഷം രൂപ വീതം ഞങ്ങൾക്ക് വാങ്ങിച്ചു തരണം. ഞങ്ങളുടെ അമ്മയല്ലേ? ഒരു നല്ല കാര്യത്തിനല്ലേ. അമ്മ പറഞ്ഞു നോക്കാം. അതില്ലേ, അതാണ് റേസ് കോഴ്സ്. ഒരു കാലത്ത് ഞാനും ഭയങ്കര റേസ്മാനായിരുന്നു. ഇപ്പെല്ലാം പൊട്ടി പൊളിഞ്ഞ് താറുമാറായിപ്പോയി. പക്ഷേ സീസണായി. അതാ കുതിര 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 കുതിരയെ കണ്ടിട്ടില്ലേ? അയ്യോ, നമ്മളെ നാട്ടില് കുതിരയല്ല, കോഴിക്കുതിര എന്ന് പറയും. വളരെ ഷാർട്ടായിരിക്കും. ഷാർട്ടല്ലേ? ആ കാണുന്നില്ലേ, അതാണ് ഇവിടുത്തെ ലേക്ക്. നേപ്പാളിലെ സുന്ദരികളായ സ്ത്രീകൾ കൊണ്ടുവന്ന് വിൽക്കുന്ന ചാന്ത്, കീന്ത്, കൺമഷി, കിൺമഷി, ഷാള്, കീഴ്, അത് ഇത് എല്ലാം ഇവിടെ കിട്ടും. നമുക്ക് ഇവിടെ ഇറങ്ങാം. വേണ്ട, പിന്നെ ഇറങ്ങല്ലേ? മാർക്കറ്റ് 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 കഴിഞ്ഞുപോയി. ചവിട്ട് സാറേ, ഇതാണ് ഹണിമൂൺ ഫോറസ്റ്റ്. അത് നോർത്ത് ഫോറസ്റ്റ്, ഇത് സൗത്ത് ഫോറസ്റ്റ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ടാണെങ്കിൽ ഇറങ്ങണം, ഇങ്ങോട്ടാണെങ്കിൽ കയറണം. നമുക്ക് ഇറങ്ങണോ കയറണം? നമുക്ക് മുകളിലോട്ട്. ഇന്നിറങ്ങാം. മെല്ലെ 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 സൂക്ഷിച്ച. ഞാൻ കൈ പിടിക്കാം. വേണ്ടല്ലേ? കല്ല് കല്ല് കല്ല്. സാറേ അതിലിറങ്ങി സാറേ. വരി വരി മെല്ലെ. വീഴരുത്, സൂക്ഷിക്കണം. വീഴരുത് വീഴരുത്. അങ്ങനെ
അയ്യോ అవునా అవునా നമസ്കാരം നമസ്കാരം സഹോദര നമസ്കാരം അനുഗ്രഹിക്കണം ഓ സ്വാമി അയ്യോ എന്റെ മോൻ എന്ത് പറ്റി നമസ്കാരം സ്വാമികൾ നമസ്കാരം തലക്കല്ലേ തിരുവല്ലേ ചെക്കട്ടിപ്പോടെ ഇരിക്കട്ടെ തൊട്ടാണല്ലോ എന്തായത് കുഴപ്പമൊന്നുമില്ല വിഷമിക്കണ്ട ഉണ്ണി കുറച്ച് നാളുടെ റെസ്റ്റ് എടുക്കട്ടെ അകത്തേക്ക് പിടിച്ചോണ്ട് എന്ത് പറ്റി സാർ എന്റെ മോൻ എന്ത് പറ്റി മെന്റലാ കുറച്ചു ദിവസം ആശുപത്രിയിലായിരുന്നു ആരോടും മിണ്ടാട്ടമില്ല ഹോം സിക്നസ് ഉണ്ടായിരിക്കും പുതിയ റിക്രൂട്ട്മെന്റ് അല്ലേ സാരമില്ല കുറച്ചു ദിവസം ഇവിടെ വിശ്രമിച്ച് കഴിയുമ്പോ എല്ലാം മാറിക്കൊള്ളും ഞങ്ങൾ ഇറങ്ങട്ടെ വട്ട അല്ലെങ്കിൽ പട്ടാളക്കാരെന്ന് കൊണ്ടുവരൂ ഇയാൾ പട്ടാളത്തിൽ പോയിട്ട് 3-4 മാസമല്ലേ ആയുള്ളൂ പോകുമ്പോ ഒരു കുഴപ്പമില്ലായിരുന്നു ആ മനുഷ്യന് അസുഖമൊക്കെ വരാൻ എത്ര നേരം വേണം ഇപ്പോഴത്തെ കാലത്ത് നല്ല ചികിത്സയുണ്ട് വാ പോവാം 5 വരെ 5-ൽ 3 കൊല്ലം ഇരുന്നപ്പോ നിർത്തി ബുദ്ധി അത്ര കേമാണ്. അല്ല കുട്ടി അപ്പേട്ടൻ എന്ന് വിളിക്കുമ്പോ എന്തോ ഒരു അപ്പേട്ടൻ കുട്ടിയെ കുട്ടിയെന്നൊക്കെ വിളിക്കുമ്പോ എനിക്കും എന്തോ ഒരു മിറാണ്ട എന്നൊക്കെ വിളിക്കാൻ ഒരു സുഖമില്ല. പേരിട്ടത് അങ്ങനെയാണ്. പപ്പ വിളിച്ചിരുന്നത് മീര എന്നായിരുന്നു. അത് അസല് പേരല്ലേ, അത് മതി. കാട്ടുമിറാണ്ടി വേണ്ട. ഇത് ശ്മശാനാണ്. അയ്യോ അറിഞ്ഞില്ല, ഞാൻ കടന്നതുകൊണ്ട്. ഏയ് ഒന്നുമില്ല, പറഞ്ഞു എന്ന് മാത്രം. അവിടെയാണ് അമ്മമ്മയെ ദയിപ്പിച്ച്. അവിടെ എന്റെ അമ്മ. എനിക്കൊന്ന് 8 വയസ്സാ. പപ്പയുടെ ആൽബത്തില് ഒരു ഫാമിലി ഫോട്ടോ ഉണ്ടായിരുന്നു, പപ്പയുടെ ചെറുപ്പകാലത്തെ. അതില് അപ്പേട്ടൻ അമ്മയില്ല, വാസന്തിയുടെ അമ്മയുണ്ട്. അമ്മ അടുക്കളയിലായിരുന്നു ഏത് നേരവും. ഫോട്ടോ എടുക്കുമ്പോ ആരും വിളിച്ചിട്ടുണ്ടാവില്ല. അപ്പേട്ടന്റെ അച്ഛൻ നമ്പൂതിരിയാ, ഇപ്പോഴുണ്ട്. കാണാറില്ലേ? ഏയ് കണ്ടാ തന്നെ എന്നെ അറിയോന്ന് സംശയ. ഹൗ ഇസ് ദാറ്റ്? അതെന്താ? മൂസാമ്പൂരിക്ക് വേളി മക്കളും ഒക്കെ ഇല്ലേ ഇല്ലത്ത്, പിന്നെ തന്നെ ഞാൻ കാണാൻ പോണം. നല്ല ഭംഗിയുള്ള സ്ഥലം, പഴയ ആൾക്കാരൊക്കെ കിടക്കുന്ന സ്ഥല. ഇവിടെ റബ്ബർ വെക്കാൻ ഒരു പരിപാടിയും കൊണ്ട് ഇളയച്ചൻ വന്നു. മുത്തച്ഛൻ സമ്മതിച്ചില്ല, ഞാനും. അച്ഛൻ ഒരു നല്ല ക്യാരക്ടർ അല്ലേ, ഇപ്പോഴും സ്ട്രോങ്. മംഗലത്തുകാർക്ക് മരിച്ചാലെങ്കിലും സ്വൈര്യമായിട്ട് കിടക്കാൻ ഒരു സ്ഥലം വേണ്ടേ. താൻ അതിനെ സമ്മതിക്കില്ലെന്ന് ചോദിച്ച് മുഖത്തൊരു ആട്ടം കൊടുത്തു മുത്തച്ഛൻ. ബ്യൂട്ടിഫുൾ പ്ലേസ്. കൂലി കൊടുക്കേണ്ട സമയമായി. സന്ധ്യ നേരത്തെ ഇവിടെ ഒറ്റയ്ക്കണ്ട, വരൂ. അപ്പേട്ടൻ നടന്നോളൂ. ശ്രീരാമൻ എന്തിനാ അവനെ കൂട്ടിക്കൊണ്ടുപോയത്? ഇവിടെയുള്ള സർവ്വ സ്ഥലം എനിക്കറിയാവുന്നതല്ലേ. ബോട്ടാനിക്കൽ ഗാർഡൻ, ലേക്ക്, കുതിരപ്പന്തി, മൃഗശാല, പിന്നെ വേറൊരു സ്ഥലമുണ്ട് എന്റെ ലൈഫിൽ ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല. ഏതാത്? സൂയിസൈഡ് പോയിന്റ്. ചെന്ന് നിന്ന് ആത്മഹത്യ ചെയ്യാൻ കൊതി തോന്നും. പറഞ്ഞാൽ വിശ്വസിക്കില്ല. അവിടെ ചെന്ന് കാലെടുത്ത് ഇങ്ങനെ വെച്ചിട്ട് അന്നയും കൊണ്ട് ഞാൻ ഇതുവരെ അവിടെ പോയിട്ടില്ല. കൊണ്ടുപോയി അവ അപ്പൊ ചാടും. നിങ്ങളെ ഞാൻ പിന്നെ കൊണ്ടുപോവാം. ഇന്ന് എനിക്ക് വേറെ ചില കാര്യങ്ങളെ. ഞാൻ ഒന്ന് പോയി കുളിച്ചിട്ട് വരാം. ചെല്ലു കുളിച്ചിട്ട് വാ. ചെല്ലേ. ആ നിക്ക് പാഞ്ചാലി പാറ. ഒറ്റ കല്ലിനെ മോൾ ഇതിങ്ങനെ പണിതേക്കണേ. ഇങ്ങനെ വരരുത്. എന്താ എന്റെ കഴിക്കാൻ പറ്റി? ഒന്നുമില്ല. ആ ഇതിന് നടുവിലൊരു കുളമുണ്ട്. ആ കുളത്തിന്റെ തൊട്ടിപ്പുറത്ത് ഇയാള് പോയില്ലേ? എന്തേ അന്നേ നിന്നിപ്പോ എന്തിനെങ്ങനെ കെട്ടിയിട്ടേ? ഞാൻ നാളത്തെ കംപ്ലീറ്റ് പ്രോഗ്രാം ഫിക്സ് ചെയ്യല്ലേ? നീ അവിടെ നിൽക്ക്, കുറച്ച് നേരം സംസാരിക്കാൻ കേട്ടാ. ശരി, എന്നാ ചെന്നൈക്ക് വന്നാട്ടെ. ഇതിനെടുക്ക് പോയേ? ഓ നിനക്കിപ്പോ സമാധാനമായില്ല. ഇത്രയും പ്രായമായില്ലേ മനുഷ്യ? അവര് കല്യാണമൊക്കെ കഴിച്ച് ഹണിമൂണിന് വന്നിരിക്കുമ്പോ അവരുടെ അടുത്ത് പോയി വളവളവളവളാണ് സംസാരിച്ചുകൊണ്ട് അത് കാണിക്കാം, ഇത് കാണിക്കാം, മറ്റേത് കാണിക്കാം, മറിച്ചേത് കാണിക്കാം. നിങ്ങൾക്ക് എന്തോ കാണിക്കാൻ അറിയാം? ഇങ്ങനെ ഒരു മനുഷ്യനുണ്ടോ? ഉള്ള സമയത്തിന് ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാനുള്ളതിന്റെ ഒരു മറ്റുള്ളവരുടെ കാര്യങ്ങൾ ആ ഒറ്റ ലടിച്ചല്ലോ. എന്നെയോ? അല്ല നിന്റെ അപ്പാപ്പനെ. പിന്നെ ആ
കുഴമ്പെടുത്തോ ഇപ്പൊ കൊണ്ടുവരാനെ ആ കൊണ്ടു അരപ്പ് കഴിഞ്ഞേ നമസ്കാരം നിന്നോട് അകത്ത് പോകാനാ പറഞ്ഞേ ഇവിടെ മുഴുവൻ വട്ട അങ്ങനെ അങ്ങ് പേടിച്ചാലോ കത്തി താഴെടാ കയറിപ്പോടാ കത്തി താഴെടാനോ വെട്ടി വെട്ടി നീ പോലീസുകാരന്റെ വാഴ വെട്ടിയല്ല എന്നെ കൊണ്ട് നീ ലാത്തി എടുപ്പിക്കരുത് പോലീസുകാർ ഒരേ AK-47 ഉണ്ടായിരുന്നെങ്കിൽ നമസ്കാരം എവറാ പീറ പോലീസ് അവന്റെ കൊറലുമാരെ മോളെ അങ്ങോട്ട് കൊടുക്കോ കാലം പഴയതൊന്നുമല്ല. പയ്യന് പെൺകുട്ടിയോട് തനിച്ചെന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ആവാം. എന്റെ മോന് ഞാൻ പറയുന്നതിനപ്പുറം ഒരു അഭിപ്രായം ഇല്ല. ഉണ്ടോടാ? വല്ലതും പറയണ. പിന്നെ നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാം. അതെ അതെ, ഞങ്ങൾക്കുള്ളതെല്ലാം ഞങ്ങളുടെ മോൾക്കുള്ളതാ. എനിക്കും അങ്ങനെ തന്നെയാ. എന്റെ ഒരേ ഒരു അവകാശം എന്റെ മോനാ. ദേവൻ എന്താ പ്രത്യേകിച്ചൊന്നും പറയാത്തത്? ഞാൻ പറയേണ്ടതൊക്കെ അമ്മ തന്നെ പറഞ്ഞോണ്ടിരിക്കുന്നു. അപ്പൊ ഇനി മുഹൂർത്തം നിശ്ചയിച്ചാ മതിയല്ലോ. അതെ, ഇന്ന് തന്നെ ജോത്സ്യനെ കാണാം. അല്ല, ചായ കുടിക്കാം. ആകാം. താങ്ക് യു. എന്റെ കർത്താവേ, അങ്ങനെ കല്യാണം ഉറപ്പിച്ചു കിട്ടിയല്ലോ. ഇത്തവണ സൂണം പാരയായിട്ട് വരാഞ്ഞത് ഭാഗ്യായി. ആ എലുമ്പം കുട്ടപ്പനെ ബംഗ്ലാവിൽ നിന്ന് അടിച്ചു കളഞ്ഞത് കൊണ്ട് ആ സുഗടന് ന്യൂസ് കിട്ടി കാണത്തില്ല. ഇനി എത്രയും വേഗം കല്യാണം കൂടി ഒന്ന് നടന്നെങ്കിൽ മതിയായിരുന്നു. എല്ലാം നടക്കുവന്നേ. പ്രസവിക്കാലത്തെ സ്ത്രീ വയസ്സാം കാലത്ത് ഇരട്ടപറ്റെന്ന് പറഞ്ഞ പോലല്ലേ ദേവകുമാരന്റെ മനസ്സ് മാറിയതും പെണ്ണ് കാണാൻ വന്നതും. അല്ല, 1 ലക്ഷം രൂപയും മാരുതി കാറും കിട്ടുന്നുള്ളത് ഉറപ്പാണ്. ഉറപ്പ്. 1 ലക്ഷം രൂപയും മാരുതി കാറും ഈ ത്രേസ്യപ്പെണ്ണിന്റെ കൈ കൊണ്ട് വാങ്ങിക്കും. അതെ, കാറിന്റെ ചാവി എന്റെ കൈ കൊണ്ട് വേണം വാങ്ങിക്കാൻ. വാങ്ങിച്ചോ? 1 ലക്ഷം രൂപയും മാരുതി കാറും. എന്റെ ത്രേസ്യാമ്മേ, അതിന്റെ കാര്യം ഓർക്കുമ്പം എന്റെ മനസ്സിൽ കുളിര് കോരുന്നു. ഞാൻ പറഞ്ഞ 1 ലക്ഷം രൂപ. കർത്താവിന് സ്തുതി. മാരുതി കാറിന്റെ താക്കോൽ. പെണ്ണ് തന്നെ
അത്താഴപ്പട്ടിണിയായി. പുറത്തുനിന്ന് വല്ലതും കഴിച്ചാൽ മതിയായിരുന്നു. ചപ്പാത്തിയും ചിക്കൻ കറിയും നന്നായിരുന്നു. നാശം. ആ പോസ്റ്റ് കട്ട്ലറ്റിന്റെ ടേസ്റ്റ് നാട്ടിന്ന് മാറുന്നില്ല. എന്തിനാ ചാടിക്കറി കഴിച്ചേ? ആ ഇതിപ്പോ ഇങ്ങനെ ആവുന്ന ആരെങ്കിലും വിചാരിച്ച? കട്ട്ലേറ്റ് കടിച്ചപ്പോ എക്സ്പ്രഷൻ കാണായിരുന്നു. അതങ്ങ് എൻജോയ് ചെയ്യായിരുന്നു അല്ലേ? പിടിച്ച് കടിച്ച് ചത്തു പോകുന്നു. എടി എന്നെ ഇങ്ങോട്ട് വരാൻ. എന്താ എന്നെ ഇവിടെ വരാൻ? എന്താ ഉണ്ടായി? എനിക്കിപ്പോ രണ്ടാനും പറയണം. വാറ കൊടുക്കുന്ന അവനോ ഞാനോ? കാര്യം പറ. എന്തെങ്കിലും വവ്വാല് ആന ഇവിടെ തോക്കാം. പ്രശ്നമാക്കണ്ട, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. പരിഹാരം ഒന്നും വേണ്ട, എനിക്ക് സീസൺ ഇപ്പൊ കാണണം. നേരം കുറയായി. തണുപ്പത്തിങ്ങനെ പുറത്തിറങ്ങി നിൽക്കാൻ പറ്റുമോ? ഞാൻ സീസൺ വിളിച്ചിട്ടല്ലേ. ഞാനും കൂടെ വരാം. വേണ്ട, താനോട് നിൽക്ക്. എന്തിട്ടത് പേടിയോ? എന്തേ? ശ്രീരാമനോട് വന്നേ. ഒന്നും ഉണ്ടായിട്ടില്ല, തനിക്കൊരു കൂട്ട്. കണ്ണൂടെ ഈ ഹെൽമെറ്റൊക്കെ വെച്ചിട്ട് ചന്ദ്രനിലേക്ക് പോകണോ? ആ നിങ്ങളിവിടെ നിൽക്ക്. ഞങ്ങൾ അവിടെ അങ്ങനെ പോവാൻ ഇതിന് മക്കളെ പ്രാർത്ഥിക്കട്ടാ. ഇതിലെന്ത് നിനക്കനെ കൊന്നിട്ടുണ്ടോ ചങ്ങാതി? എവിടെയാണ് അവൻ? ആര്? എന്റെ അളിയനാ? അതെവിടെയെന്ന് നോക്കാൻ. പട്ടിയുടെ മോനെ. എടാ അതൊരു എന്റെ അത് പൂവ് വെച്ചേക്കണത്. നീ എവിടെ? ഓനെവിടെ എനിക്ക് പറ്റുമോ? നോക്ക്. ആരെ മിസ്? ഇവിടുന്ന് അങ്ങനെ ഇവിടെ എന്റെ കൈ അടിക്കോ? ആടക വീട്ടിൽ കയറിയിട്ടാണ് കേട്ടവൻ. അടിക്ക് എവിടെ? തലേന്ന് മുമ്പനെ തൊപ്പി അന്നലെ ഇതൊക്കെ നിന്നെ കൊണ്ടുവന്ന കാര്യം എനിക്കില്ല. നീ അല്ല അടിച്ചു കളഞ്ഞു. അതിന് ഞാൻ അടിക്കടോ. മിസ് രണ്ടാമത്തെ മിസ്. ഏത് മിസ്? ആരുടെ മിസ്? ഇതെന്താ എന്റെ നെഞ്ചിക്ക് വരുന്ന കർത്താവേ? എന്റെ അടുത്തേക്ക് വരുന്നു. അടിക്കണോ? കൊല്ലും ഞാൻ. എന്റെ കൈ പറഞ്ഞ ഒന്നും പറഞ്ഞു പെട്ടങ്ങോട്ട് മടിയതേ. വരുന്ന പോയത് പിന്നെ വരൂല്ലേ? പോയിട്ടില്ല. വരുന്നു നീ വരുന്നു. അതെ, എനിക്കൊരു കണ്ണാടി വെച്ച പോലെ ഉണ്ടല്ലോ. കൂളിംഗ് ഗ്ലാസ് കണ്ണാടി വെച്ച പോലെ. നിനക്ക് വല്ല നിറം മാറ്റം തോന്നുന്നുണ്ടോ? കുട്ടി, പച്ചക്കറികൾക്കും ജീവനുണ്ട്. കൊല്ലുമ്പോ പെട്ടെന്ന് കൊല്ലണം. ഇങ്ങനെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലരുത്. ഇങ്ങനെ ഇത് പോരാ. ചിരണ്ടലിന്റെ സ്പീഡ് അല്പം കൂടി കൂട്ടണം. എങ്കിലേ സമയത്തിന് ശരിയാവൂ. എന്തായി തന്നെ? കണ്ണ്. ഈ കറിയുടെ പേരെന്താ സുധാര? ഈ കറി ഇത് ദ്രാവിഡ മുന്നേറ്റ കൂട്ടുകറി. വള്ളുവനാടൻ സ്പെഷ്യൽ ചെറ്റിനാട് സ്റ്റൈൽ. എന്താ ഈ കാണിക്കണത്? പപ്പടത്തിനെന്താ ഈ നിറം? എന്താ റബ്ബർ എണ്ണയിലാണോ കാച്ചുന്നേ? ഒന്ന് പോണ അവിടുന്ന്. ഇന്ന് രണ്ടാമതൊന്നും എനിക്കറിയണം. ഒന്നുകിൽ വരവേൽപ്പ് അല്ലെങ്കിൽ യാത്രവേൽപ്പ്. പറയണേ എന്താ എന്ത് പറ്റി? എന്ത് പറ്റിയെന്ന്? ഇനി എന്ത് പറ്റാൻ? എന്റെ ജീവിതം നായനാക്കി. അതേത് നായ? വന്നേ താങ്കൂട്ട, നമുക്ക് അകത്തേക്ക് കയറാം. വേണ്ട, കേട്ടണ്ട. നിങ്ങളുടെ കാര്യമൊക്കെ ഭംഗിയായി നടന്നില്ലേ? മംഗളം പോവന്തു. എന്റെ അമ്മക്ക് കേക്കണ.
അമ്മയുടെ മകൾ ഈ കള്ളി അവൾ എന്നോട് ചെയ്തത് എന്താണെന്ന് അമ്മക്ക് കേക്കണ. എന്നാ കേട്ടോ, ഇന്നലെ രാത്രിയിൽ സ്വന്തം ഭർത്താവിന് കൊണ്ടുവന്ന പാലി കള്ളി കളിക്കുന്നത് എന്താണെന്ന് അറിയോ? സ്നേഹമല്ല, ഉറക്കപ്പൊടി. അറക്കപ്പൊടിയോ? ഓടോ കോക്കി. കോക്കി നിന്റെ ഉറക്കപ്പൊടിയല്ല, ഉറക്ക ഗുളിക പൊടിച്ചത്. എന്താ ഇവനീ പറയണതൊക്കെ? പറഞ്ഞു കൊടുക്കണി. തങ്കക്കുട്ട, ഒരു വടക്കം വീത ഗാഥയിലെ ഉണ്ണിയാർച്ചയെ പോലെയല്ലേ അവൾ എന്നോട് പയറ്റിയത്. എന്ത് നമുക്ക് സംസാരിച്ച് തീർക്കാവുന്നേ? അകത്തേക്ക് വാ. വേണ്ട, എന്നെ ആരോഗ്യത്തേറ്റണ്ട. എനിക്ക് രണ്ടിലൊന്ന് പറയാനോ. എന്താ ഇവിടെ ഒരു ബഹളം? അളിയന് നല്ല ഫോമിലാണല്ലോ. വിളിച്ചോണ്ട് 4 കുട്ടി വെള്ളം കൂടി തലയൊഴുകി. എന്നെ തൊട്ടി വിളിക്കാൻ നീ ആരാടാ പട്ടി? ഇതാണ് സ്വഭാവം. ഇയാളുടെ കൂടെ ആയുഷ്കാലം മൊത്തം ജീവിക്കേണ്ട എന്റെ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്ക്. അയ്യോ, എന്താ ഇവിടെ? ചാക്യാർ കൂത്തോ? തങ്കക്കൊട ആനമയക്കി അടിച്ച് മൺകുടമായി ജീവകാലം മരുമക്കൾ അച്ഛൻ എവിടുന്ന് കിട്ടി? അതൊക്കെ കല്യാണം നടക്കുന്നതിന് മുമ്പ് ആലോചിക്കണമായിരുന്നു. ഓനെ നീ അകത്തുവോ? ഞാൻ ഇവിടെ എന്നാ ശരിയാവില്ല. കളി കണ്ടു നിൽക്കണ്ട, എല്ലാവരും കയറി പൊടിയകത്ത്. ഉത്തമ, സുധാകര, ഇവനെ കൊണ്ടുപോയി കുളിപ്പിച്ച് കുറച്ച് തൈര് കൊടുക്ക്. ഓ, പിടിക്ക്, പൊക്ക്. ജീവനുണ്ട്, ജീവനുണ്ട്. ഐ ചീഫ് മിനിസ്റ്റർ കേരള സ്റ്റേറ്റ് സ്പീക്കിംഗ്. നേരാണോ? അയ്യോ, എക്കാലത്തെയും അടിത്തറ. എന്തു പറ്റി നമ്പ്യാരെ? ഇനി ഒന്നും പറ്റാനില്ല. മിനിസ്റ്റർ പിരിച്ചുവിടാൻ ഓർഡറായി. ഡൽഹിയിൽ നിന്ന് മോഹൻ വിളിച്ചതാ. എക്കാലത്തെയും അടിത്തറ? തന്റെ എക്കാലത്തും അടിത്തറ. ഇവിടെ അടിത്തറ മുഴുവൻ ഇളകിക്കൊണ്ടിരിക്കുമ്പോ തന്റെ നീ എന്തിനിപ്പോ കൈ ഇങ്ങനെ പൊക്കിയേ? അത് ഞാൻ ചൊറിയാൻ വേണ്ടി കൈ പൊക്കിയതല്ലേ. നീ ചൊറിയാൻ വേണ്ടിട്ട് കൈ പൊക്കണ്ടാട്ടാ. ഔട്ടാ, ഔട്ടാ. സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല. സോറി, ഇറ്റ്സ് ഓൾ റൈറ്റ്. അതൊക്കെ നിന്റെ അപ്പന്റെ സ്വഭാവമല്ലേ? അച്ഛനെന്താ ഈ നേരത്തെ? വട്ട് അല്ലാതെന്താ? എടാ സണ്ണിക്കുഞ്ഞെ, ഇന്ന് ഞങ്ങളുടെ 15th വെഡിങ് ആനിവേഴ്സറി എന്ന് എനിക്ക് അറിഞ്ഞുകൂടെ? സോറി, ഹാപ്പി സന്തോഷപ്രദമായ നീണ്ട 15 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിന്റെ ഒരാഘോഷം. പിള്ളേരെല്ലാം ഡ്രൈവർ നായരെ ഏൽപ്പിച്ചിട്ട് ഞങ്ങളൊന്ന് കറങ്ങാൻ ഇറങ്ങിയതാ. പാതിരാത്രിയിലോ? ഈ ഹണിമൂണിന് പാതിരാവുന്നോ പരാവെളുപ്പൊന്നും ഉണ്ടോ? കടപ്പുറത്തിരുന്നപ്പോ എനിക്കൊരു ഐഡിയ. ഇന്നത്തെ രാത്രി സ്ഥിരം കിടപ്പുമുറി വിട്ട് മറ്റെവിടെയെങ്കിലും ഉറങ്ങാമെന്ന്. ജസ്റ്റ് ഫോർ എ ചേഞ്ച്. അപ്പോഴാ എനിക്ക് നിന്റെ വീടിനെ പറ്റി ഓർമ്മ വന്നത്. അതല്ല, നിനക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? എനിക്കൊന്നുമില്ല. പിന്നെ ഞങ്ങളുടെ ഈ ത്രില്ലും മൂടും ഒക്കെ കണ്ട് നിനക്ക് ഒരു പെണ്ണ് കെട്ടണമെന്ന് തോന്നുകയാണെങ്കിൽ ഒറ്റ വെടി 2 പക്ഷി. നീ വന്നേ ഒരു പെക്കെട്. ചേച്ചി ഒരു പെക്കെട്. നീ വാ, ഒരു പെക്കെടുക്കാൻ. അല്ല, വാ. ആഹാ,
അപ്പോ നിനക്ക് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ഒന്നും ഓർക്കാൻ നേരമില്ല. അത്യാവശ്യമായിട്ട് എനിക്ക് ഒരു ജോലി ആ, ആ, ആ. ബിസ്കി ഉണ്ട്. അവിടെ അവിടെ ഒരു പെണ്ണ്. പെണ്ണ എവിടെ? ഒരിക്കലും രാത്രിയിൽ ഇങ്ങനെ പെണ്ണ് വരാ. ഇച്ചയ, അവിടെ ഒരു പെണ്ണ്. പെണ്ണൊന്നുമില്ല ഇവിടെ. നീ ശരിക്കണ്ടോ? അതെ, വെളുത്ത ഫ്രോക്ക് ഇട്ടൊരു പെണ്ണ്. അയ്യോ, അത് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇവിടുത്തെ ജോലിക്കാർ പലരും കണ്ടേ. നമ്മളെ ഈ വീട് വാങ്ങിച്ച ഫ്രഞ്ചാരി മദാമേടന്നല്ലേ, അവരുടെ ഒരു ആന്റി ഇവിടെ പോയിസൺ കഴിച്ച് മരിച്ചിട്ടുണ്ട്. അവർ രാത്രി ഫ്രോക്ക് ഇട്ടുണ്ടായിരുന്നു. ഇത് മദാമയൊന്നുമല്ല, മലയാളിയാണ്. ഞാൻ ശരിക്കും കണ്ടതാണ്. എനിക്ക് ആ മദാമയുടെ പരിചയത്തിൽ ഏതെങ്കിലും മലയാളി പ്രേതങ്ങളായിരിക്കുന്നത്. അങ്ങനുണ്ട്, വേണ്ട വേണ്ട, അങ്ങനുണ്ട് ആ മലയാളി പ്രയത്നം. എനിക്കൊന്ന് കാണുമല്ലോ. വേണ്ട, ആവശ്യമില്ല പ്രയത്നോട് കളിക്കണ്ട. കുഞ്ഞെ, ഞാൻ ആരാന്ന് നിനക്കറിയാമോ? കടമറ്റത്തച്ഛന്റെ ഗോത്രത്തിൽപ്പെട്ടവനാ. ഒരു പ്രയത്നങ്ങളെ വേണ്ട സണ്ണി കൊണ്ട് പോകണ്ട. തോക്കും കൊണ്ട് പോകണമെന്ന് പറയാ. ഷൂട്ട് ചെയ്യരുത്, അത് പ്രേതമല്ല, എന്റെ ഫ്രണ്ടാ. ചേച്ചി, ചേച്ചി തെറ്റിദ്ധരിക്കരുത്. ഞാൻ പറഞ്ഞേക്ക്, സത്യമായിട്ടും ഇത് ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണ. ശബ്ദിക്കരുത്. ഞാൻ ഈ പ്രയത്നോടും സംസാരിക്കട്ടെ. എന്താ നിന്റെ പേര്? സാന്ദ്ര വാളുക്കാരൻ. നിന്റെ അപ്പന്റെ പേരെന്താ? ജോൺ വാളുക്കാരൻ. അയക്ക് സിംഗപ്പൂരിൽ എന്താ ജോലി? ബാങ്കില്. എന്താ ജോലി? ബാങ്കിൽ വർക്ക് ചെയ്യുന്നു. നിന്നെ ഇവൻ കെട്ടുമെന്നുള്ള ഉറപ്പാണോ? അതെ. ഉറപ്പാണോ? അതെ. നടക്ക. നിന്റെ അപ്പന്റെ ശരിയായിട്ടുള്ള അഡ്രസ്, ഫോൺ നമ്പർ എല്ലാം ഇതിൽ ഫീഡ് ചെയ്യും. നടക്ക. എടാ, ഇത് സത്യമാണോടാ? അതോ ഞങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടി നീ ചുമ്മാ കള്ളം പറഞ്ഞാണോ? സത്യം. എന്റെ മരിച്ചുപോയ ചാച്ചനാണ് സത്യം. എടാ, ഞാൻ അമ്മച്ചിയെ വിളിച്ച് പറയട്ടെ. പറ, എന്നെ വിശ്വാസമല്ലേ, ഞാൻ തന്നെ വിളിച്ചുതരാം. എന്താടാ ഇഡിയറ്റ്, കണ്ണൂടെ? സോറി, ആ പരസ്യം കാണിക്കാനുള്ള ആവേശത്തിൽ ഒരു കയ്യബദ്ധം പറ്റിപ്പോയതാണ്. അയ്യബദ്ധം. അല്പപ്രാണിയായ നീ ചത്തുവെന്ന് വിചാരിച്ചിട്ടാണ് നിന്റെ നാവിക്കിട്ട് ഞാൻ തൊഴിക്കാത്ത. മാപ്പ് മാപ്പ്, 1000 മാപ്പ്. ആശാനെ കല്യാണ പരസ്യം ഒന്ന് വായിച്ചാട്ടെ. കല്യാണ പരസ്യം? ആശാനെ, ഈ പരസ്യം മറ്റാരും കാണാതിരിക്കാൻ വേണ്ടിയാണ് കടയിലുള്ള പത്രങ്ങൾ മുഴുവൻ ഞാൻ ഇങ്ങോട്ട് വാരിക്കൊണ്ട് പോകുന്നത്. വേറെ ബ്രോക്കർ കണ്ടാൽ നമുക്ക് കിട്ടാനുള്ള ചാൻസ് അവരടിച്ചോണ്ട് പോകില്ലേ? എന്തൊരു സമർത്ഥൻ. എടാ ഫൂളെ, ഈ പത്രങ്ങളുടെ കോപ്പി വേറെ കടകളിൽ കാണില്ലേ? വാങ്ങേണ്ടവർക്ക് അവിടുന്ന് വാങ്ങിച്ചൂടെ? അതെന്റെ കമ്പ്യൂട്ടർ തലയിൽ എത്തിയില്ല. ബോംബ് വെച്ച് പൊട്ടിച്ചേളാടാ തല. ആശാൻ ഈ കല്യാണ പരസ്യം ഒന്ന് വായിച്ചു നോക്ക്. വാസുവിനെ ആവശ്യമുണ്ട്. അമേരിക്കയിൽ ഉദ്യോഗവും കേരളത്തിൽ കോടിക്കണക്കിന് സ്വത്തുമുള്ള എന്റെ മകൻ ദേവകുമാറിന് സൗന്ദര്യവും വിദ്യാഭ്യാസവും സാമ്പത്തിക ശേഷിയുമുള്ള ഒരു മലയാളി പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട്. അർഹതയുള്ള പെൺകുട്ടികളുടെ രക്ഷിതാക്കളോ ഉത്തരവാദിത്വമുള്ള മാരേജ് ഏജൻസികളോ സമീപിക്കേണ്ട മേൽവിലാസം ശാരദാ നായർ, മുല്ലശ്ശേരി മന്ദിരം, തിരുവനന്തപുരം. സമർത്ഥൻ. കൈയോട്. ഇന്നാണ് നീ ജീവിതത്തിൽ ഒരു ഉപകാരം ചെയ്തത്. ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇത് നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കണം. 1000 നക്കാപ്പിച്ച കല്യാണം നടത്തുന്നതിനേക്കാളും ആണ്ടിൽ ഇതുപോലൊരു കൊയ്ത്ത് കിട്ടിയ പോരെ ആശാനെ? കറക്റ്റ്. ഈ മാരേജ് CMS മാരേജ് ബ്യൂറോയുടെ പ്രസ്റ്റീജ് ആണ്. ലക്ക് ഓഫ് ബെസ്റ്റ്. താങ്ക് യു. എനിക്ക് 3 മാസത്തെ ശമ്പളം കിട്ടാനുണ്ട്. ഇനി 3 മാസത്തെ കൂടി കിട്ടില്ല. ഈ ഇടപാടൊന്നും നടന്നു കഴിയട്ടോ. ഒരുമിച്ച് തരാം. ഒരുമിച്ച് തരാം. ഇന്നലെ എനിക്ക് വരാൻ പറ്റില്ല, പ്രശ്നമൊന്നും ഉണ്ടായില്ല. അല്ല, ഇങ്ങോട്ട് യാത്ര പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ല. അയ്യോ, നിങ്ങൾ ഊട്ടിക്കാണ്ട് 1-2 പ്രത്യേക സ്ഥലങ്ങൾ കൂടി ഇവിടെ ഉണ്ട്. അത് കാണാൻ പോവാ. സാർ അങ്ങോട്ട് കയറിട്ടെ, അങ്ങോട്ട് കയറിട്ടെ. ഹണിമൂൺ ഫോറസ്റ്റ് കേട്ടിട്ടുണ്ടോ? ഹണിമൂൺ ഫോറസ്റ്റ് നല്ല കാട്, ഊറ്റാക്കൂടി. അങ്ങോട്ട് കയറിട്ടെ, കയറിട്ടെ, കയറിട്ടെ. സരി 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 സരി. ആ പോവാ. ഞാൻ കയറിയില്ല.